സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കൊല്ലം ചവറ KMML താൽക്കാലിക ജീവനക്കാർ സമരത്തിൽ 14 വർഷം ജോലി ചെയ്തിട്ടും സ്ഥിര നിയമനത്തിന് മാനേജ്മെന്റ് തീരുമാനമെടുക്കുന്നില്ലെന്നാണ് പരാതി. ഇതോടെ രാപ്പകൽ സമരത്തിലേക്ക് ജീവനക്കാർ നീങ്ങുകയായിരുന്നു. KMML 14 വർഷമായി ജോലി ചെയ്യുന്ന DCW തൊഴിലാളികളാണ് സമരത്തിലുള്ളത്. 24 മണിക്കൂർ പണിമുടക്ക് നടത്തിയായിരുന്നു പ്രതിഷേധം. ഇതിനിടെ മാനേജ്മെന്റിന്റെ വാഹനം തടഞ്ഞ തൊഴിലാളികൾക്ക് നേരെ പോലീസ് ലാത്തി വീശി. വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തൊഴിലാളി യൂണിയനുകളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. യോഗ്യതയുള്ളവർ നിരവധിയുണ്ടെങ്കിലും സ്ഥിര നിയമനത്തിന് മാനേജ്മെന്റ് തീരുമാനമെടുക്കുന്നില്ല എന്നാണ് പരാതി. തൊഴിൽ സ്ഥിരത സ്വപ്നം കണ്ട് ഞങ്ങൾ കഴിഞ്ഞ 9 മാസക്കാലമായി സമരം ചെയ്യുകയാണ്. 6 മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വിളിച്ച മന്ത്രിതല മീറ്റിംഗിൽ ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റുകളും പങ്കെടുത്ത മന്ത്രിതല മീറ്റിംഗിൽ വ്യവസായ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച കാര്യങ്ങൾ പോലും നടപ്പിലാക്കുവാൻ ഇവിടെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. മന്ത്രി നിർദ്ദേശിച്ച മിനിറ്റ്സിൽ വന്നിട്ട് പോലും ആ മിനിറ്റ് തട്ടിമറിച്ച മാനേജ്മെന്റിന്റെ അനീതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ DCW തൊഴിലാളികൾ ഇന്ന് 24 മണിക്കൂർ ഈ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ നൽകാമെന്ന് നേരത്തെ ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് നടന്നില്ല. വിവിധ യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഒരുമിച്ചാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ ഇനിയും ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് യൂണിയനുകളുടെ തീരുമാനം. ജനം, കൊല്ലം.